ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ ഒരു കിടിലൻ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മളൊരു AC സൂട്ട് അല്ലെങ്കിൽ കൂളിംഗ് സൂട്ട് എന്നൊക്കെ പറയും. ആ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഹൈ പ്രൊഫഷണൽ രീതിയിലൊന്നല്ല, നമ്മൾ സിമ്പിളായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് 100 ലൈക്ക് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കുറച്ചൊക്കെ കിട്ടി. അപ്പോൾ കുറച്ച് എന്തായാലും സപ്പോർട്ട് കിട്ടി നമുക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാണ്. അപ്പം ഈ വീഡിയോയ്ക്ക് ഒരു 10K ലൈക്ക് തരാണെങ്കിൽ ഞാൻ തുടർന്ന് പറയുന്നുണ്ട്, നമ്മൾ ഇതിലും കിടിലനായിട്ട് ഈ എന്നെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. അപ്പം ഈ ഒരു സംഭവം നമ്മൾ കിടിലനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ടീഷർട്ട്, ഒരു കുഞ്ഞു മോട്ടർ, കുറച്ച് പൈപ്പ് ആവശ്യമിച്ച് ഇതൊക്കെ. ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഈ ഒരു ടീഷർട്ട് ഇങ്ങനെ മറച്ചിട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ട്യൂബ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഈ ഒരു ട്യൂബ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പിൽ വെച്ചിട്ട് ഫുള്ള് തുന്നിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് തുന്നാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തുന്നാം. അപ്പോൾ നമ്മൾ അതായത് ഇവിടെ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും എല്ലാം അതുപോലെ തന്നെ എല്ലാതും അങ്ങനെയാണ് നമ്മൾ തുന്നി കൊടുക്കാൻ പോകുന്നത്. ശേഷം ബാക്കി നമ്മൾ തുന്നി കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് തുന്നിയത്. ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് വർക്ക്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വർക്ക് തീർത്തത്. അപ്പോൾ നമ്മൾ തുന്നുമ്പോൾ വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് തന്നെ തുന്നണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഞാൻ ഒരുപാട് ടൈം എടുത്ത് തുന്നിയ കാരണം മറ്റേ സൈഡ് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ച് നോക്കി. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് നോക്കിയപ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മറു സൈഡ് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഒരുപാട് ടൈം എടുത്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഗ്ലൂ ഗണ്ണായിരിക്കും കുറച്ചും കൂടി നല്ലത്, നന്നായി ഒട്ടി നിൽക്കുന്നുമുണ്ട്. ഈ ഒരു വീഡിയോയുടെ പിന്നിൽ വലിയൊരു എഫേർട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പണി ആരംഭിക്കാം. ഒരു ബോട്ടിലെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ട്യൂബ്, അതായത് നമ്മൾ നേരത്തെ എടുത്ത ട്യൂബ് അക്വേറിയം ട്യൂബാണ്. ആ ട്യൂബ് ബോട്ടിലിൻ്റെ എൻഡ് വരെ എത്തുന്നത് വരെ ലെങ്ത്ത് എടുത്ത് കട്ട് ചെയ്യുക. ശേഷം നമ്മുടെ വാട്ടർ മോട്ടർ, അതായത് മിനി പമ്പിലേക്ക് കയറ്റി വയ്ക്കുക. ശേഷം അതിൻ്റെ ടോപ്പിലെ കൂടി വയ്ക്കണം. ശേഷം നമ്മൾ ആ ഒരു മൂടിയിൽ 2 ഹോൾ ഇടണം, അതായത് 2 പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 2 ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതായത് ആ പൈപ്പ് കടക്കാൻ പാകത്തിന് മാത്രം ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ശേഷം നമുക്ക് ആ ഹോളിൽ ഈ ട്യൂബ് ഇറക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ ട്യൂബ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മോട്ടർ അവിടെ വെച്ചൊന്ന് ഗ്ലൂ ഗൺ ഇട്ട് ഒട്ടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ശേഷം നമുക്ക് ആ ട്യൂബ് കൃത്യമായിട്ട് ഇറക്കി വെച്ച് ഈ മോട്ടർ ഒന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മോട്ടർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ട്യൂബ് എടുത്ത് മോട്ടറിൻ്റെ മുകളിലേക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഈ ഒരു പാത്രത്തിൽ ഇപ്പോൾ സൂട്ടായി തന്നെ ഇരിക്കുന്നുണ്ട്. ദെൻ നമുക്ക് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. ഈ മറ്റേ ഹോള് അവസാനം ഞാൻ പറഞ്ഞുതരാം എന്തിനാണ്. ഇപ്പം നമ്മൾ ഐസ് ക്യൂബ്സ് ആൻഡ് കൂൾ വാട്ടറാണ് ഈ ഒരു ജാറിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഐസ് കാണാൻ പറ്റും. അപ്പോൾ ഐസ് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു സംഗതി നമ്മൾ ഇടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് മറച്ചിടാം. അപ്പോൾ ഞാൻ നേരിട്ട് കോണ്ടാക്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്കൊന്ന് മറച്ചിടാം. അപ്പോൾ അതൊക്കെ മറച്ചിട്ടില്ലെങ്കിൽ പണി പാടും. അപ്പോൾ നമുക്കൊന്ന് മറയ്ക്കാം. അപ്പോൾ ട്യൂബൊക്കെ നന്നായിട്ട് തന്നെ ഇതാക്കാം.
നമ്മൾ ഇടാനായിട്ട് പോവാണ്. ഇപ്പം നമ്മൾ ഈ ഒരു സംഗതി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 2 ട്യൂബ്. ഇനി നമുക്ക് ഈ ട്യൂബുകൾ ഒന്ന് മോട്ടറിൻ്റെ ഒരു സംഗതിക്ക് കണക്ട് ചെയ്യണം. അത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണക്ട് ചെയ്യാം. മറ്റേ ട്യൂബ് നമ്മൾ ബാറ്ററി ഉപയോഗിച്ചിട്ടല്ല ഞാനിപ്പോൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാറ്ററി യൂസ് ചെയ്യാം. ഞാൻ ഒരു അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, എൻ്റെ പൊന്നു, നമുക്ക് തണുപ്പ് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ബാക്കിലാണ് നല്ല അടിപൊളിയായിട്ട് തണുപ്പ് കിട്ടണേ. ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് ശരിക്കും നമ്മുടെ തണുപ്പൊക്കെ ഇങ്ങനെ, അതായത് ഇതിൽ കൂടെ ഇങ്ങനെ വന്ന് പൂന്തറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം എല്ലായിടത്തും ഏകദേശം ഈക്വലായിട്ട് തന്നെ തണുവ് ഉള്ളത്. സംഭവം അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രതീക്ഷേനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷ ഇവിടെ നനയുന്നതാണ്, പക്ഷെ നനഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇട്ടാ. ബാക്കി കൂടി കുഴപ്പമൊന്നുമില്ല. എന്താ ഇതിലൂടെ വെള്ളമൊക്കെ വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി കൊടുക്കുക. അപ്പോൾ ഗൈസ്, ഈ ഒരു സംഗതി ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കുക. 10K ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 1, 2, ബാക്കിലാണെങ്കിൽ ഒരു 3-4 ട്യൂബ് മാത്രമേ ഉള്ളൂ. നിറച്ച് ട്യൂബ് വെച്ചിട്ട് ഒരു കിടിലനായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം പലരും വിചാരിക്കും ഇതൊരു പ്രാന്താന്ന്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഈ ഒരു സംഭവം നാസ സൂട്ടിൽ യൂസ് ചെയ്യുന്നൊരു ടെക്നോളജി നമ്മൾ അറ്റ് സിമ്പിൾ സംഭവത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതായത് ഇവിടെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ഇതിൽ നിന്നുള്ള തണുത്ത വെള്ളം ഈ ഒരു മോട്ടർ വഴി കയറിയതിന് ശേഷം ഈ ഒരു ട്യൂബിലേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് ചെയ്യുക. ഇറങ്ങിയിട്ട് നേരെ ഈ ഒരു ട്യൂബിലേക്ക്, അതായത് മേത്ത് ഫുള്ള് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ട്യൂബിലൂടെ നേരിട്ട് ഇതിലേക്ക് വന്ന് വീഴുന്നു. അപ്പം ഇവിടുന്ന് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളൊരു 10K ലൈക്ക് തരികയാണെങ്കിൽ ഇതിൻ്റെ തന്നെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന 2-3 ട്യൂബാണ് ഒറ്റവട ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇതിന് 10K ലൈക്ക് തരികയാണെങ്കിൽ, അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഫുൾ ട്യൂബ്, അതായത് നമ്മുടെ തുണിയിൽ മൊത്തം ട്യൂബ് ആക്കിയിട്ട് കിട്ടില്ല സംഭവം ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഒരു 10K ലൈക്ക് അത്ര മതി ഗൈസ്. അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയി കണ്ടുകൊണ്ടുവന്നവരേക്കും ബൈ ഫ്രം